ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വൻ തോക്കുകൾ SITയെ വഴി തെളിയിക്കുകയാണ് ഹൈക്കോടതി. ഇതുവരെ പ്രതിയല്ലാത്ത ഉന്നത സ്ഥാനീയരുടെ പങ്കില്ലാതെ ഇതൊന്നും നടക്കില്ല എന്നാണ് കോടതിയുടെ ഉറച്ച നിലപാട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിക്കുകയും വളർത്തുകയും ചെയ്തവരിലേക്ക് അന്വേഷണം നീങ്ങണമെന്ന നിർദ്ദേശം SITക്ക് പാലിക്കേണ്ടി വരും. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിരുന്ന 2 പ്രതികളുടെ മുൻകൂർ ജാമ്യം തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ വൻ തോക്കുകൾ ഉണ്ട്. ആ വൻ തോക്കുകളിലേക്ക് നിങ്ങൾ പോകൂ, എന്തിനും അടിച്ചു നിൽക്കുന്നു എന്ന ചോദ്യമാണ് SITക്ക് മുന്നിൽ ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ SP S ശശിധരനോട് ഒരാളെയും വിട്ടുകളയരുത്, എല്ലാവരിലേക്കും കൃത്യമായ അന്വേഷണം പോകണം, നിങ്ങൾ ആ വൻതോക്കുകളെ കണ്ടെത്തി കൊണ്ടുവരൂ എന്ന കൃത്യമായ നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഈ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയൊരു പ്രഭാവലയം സൃഷ്ടിച്ച് ശബരിമല സന്നിധാനത്ത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തോടെ വിലസുകയായിരുന്നു എന്നാണ് കോടതി പറയുന്നത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യഥാർത്ഥ സ്പോൺസർ? ആ സ്പോൺസറെ നിങ്ങൾ കണ്ടെത്തണമെന്ന കൃത്യമായ നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഉത്തരവിൽ ഏറ്റവും വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾക്കാണ്. അതായത് കോടതി കൃത്യമായും പറയുന്നു, 2019 ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡ് യോഗത്തിലെടുത്ത തീരുമാനം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി നിയോഗിക്കാമെന്നതാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അഴിച്ചെടുത്ത് കൊടുത്തുവിടാനുള്ള ഒരു തീരുമാനം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വന്നില്ല. പക്ഷേ ബോർഡ് തീരുമാനം ഉത്തരവായി ഇറക്കിയ അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി S ജയശ്രീ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനായിട്ടുള്ള തീരുമാനമെടുക്കുന്നു. അതിന് പിന്നിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ കൂടി കൃത്യമായി അന്വേഷിച്ച് അതിലെ ഉന്നതരെ പുറത്തു കൊണ്ടുവരണം. ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കടക്കം കൃത്യമായ പങ്കുണ്ട് എന്നാണ് കോടതി പറയുന്നത്. അതായത് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളവരല്ല, അതിനും മുകളിൽ ആളുകളുണ്ട് എന്ന് കൃത്യമായി പറയുകയാണ്. അതോടുകൂടിയാണ് ഇതിലെ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവരിലേക്ക് ഈ കേസിൻ്റെ അന്വേഷണം പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയാത്ത അവസ്ഥയുള്ളത്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ ചില ഉന്നത സ്ഥാനീയരിലേക്ക് കൂടി ഈ അന്വേഷണം നീങ്ങുമെന്ന് ഉറപ്പാണ്. ഹൈക്കോടതി ഇന്നലെ S ജയശ്രീയുടെയും അതോടൊപ്പം തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള S ശ്രീകുമാറിൻ്റെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ആ പ്രതികളോട് അടിയന്തരമായി കീഴടങ്ങാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ പ്രതികൾക്ക് നിർണായകമായ പങ്ക് ഈ സ്വർണ്ണക്കൊള്ളയിലുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അവരെ കീഴടങ്ങിയില്ലെങ്കിൽ അടിയന്തരമായി അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് SIT പോകണമെന്ന കൃത്യമായ സൂചനയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.